ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്ന് തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ഒഴിച്ചുകറി തന്നെയാണ് നമ്മുടെ മോര് കറി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മോര് കറി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. അപ്പം മോര് കറി ചെയ്യാനായിട്ട് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈര് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ഈ തൈര് ആദ്യം നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്നങ്ങ് ഉടച്ചെടുക്കണം. അപ്പോൾ ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ ഇല്ലെങ്കിൽ മിക്സർ ജാറിലോ ഒന്നങ്ങ് വിപ്പ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ മോര് കറിക്ക് ആവശ്യമായ മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് മസാലയൊക്കെ ചേർത്തൊന്ന് താളിച്ചെടുക്കാണ് വേണ്ടത്. അപ്പൊ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കടായിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കുറച്ച് കടുക് പൊട്ടിക്കാം. അപ്പൊ കടുക് ഒന്ന് പൊട്ടി വരുമ്പോ 3 ഉണക്കമുളക് പൊട്ടിച്ചത്, 2 തണ്ട് കറിവേപ്പില, ഇനി ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി. ഇപ്പൊ ചെറുതായി മുറിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാനൊരു 5 അല്ലി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കരുത് കേട്ടോ. ഇനി 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം പച്ചമണം ഒന്നങ്ങ് മാറി വരട്ടെ. അപ്പൊ വളരെ ചെറിയ തീയിലിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ ചെറിയ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് 10 ചുവന്ന ഉള്ളി മുറിച്ചത് ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പൊ ഇത് ഇപ്പൊ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഫ്ലെയിം നന്നായിട്ട് ലോ ചെയ്തിട്ട് മാത്രം മസാലപ്പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാവൂ. അപ്പൊ ഇത് ഇപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മോര് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ മോര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഫ്ലെയിം ഏറ്റവും സിമ്മിലായിരിക്കണേ. ഇപ്പൊ ഫ്ലെയിം കൂടാനേ പാടില്ല. ഇനി ഏറ്റവും ചെറിയ തീ തന്നെ ഇട്ട് ഒന്നങ്ങ് ഇളക്കി ചൂടാക്കി എടുക്കണം. അപ്പൊ ജസ്റ്റ് ചൂടായാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ കേരള സ്പെഷ്യൽ മലയാളികളുടെ പ്രിയപ്പെട്ട മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.